ഹരേ കൃഷ്ണ. ഗുരുവായൂർ പുണ്യസങ്കേതത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് കളഭഗന്ധം ഒഴുകുന്ന ശ്രീലകത്ത് ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ധന്വന്തരമൂർത്തിയായിട്ടാണ് വിരാജിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ആധിവ്യാധികളും അകറ്റാനായിട്ട് അവതാരമെടുത്ത ആയുർവേദത്തിൻ്റെ അധിപനായ മഹാവിഷ്ണു രൂപമാണ് ധന്വന്തരി മൂർത്തി. ഭക്തരുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും ശമിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന കരുണാനിധിയായ ഗുരുവായൂരപ്പനാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്ന് ഭഗവാൻ ചതുർബാഹു ആയാണ് ദർശനം നൽകുന്നത്. ശംഖും ചക്രവും ഭഗവാന്റെ കൈകളിലുണ്ട്. മുകളിലത്തെ 2 കൈകളിൽ സ്വർണത്തിൻ്റെ ശംഖും ചക്രവുമാണ് പിടിച്ചിരിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ താളത്തെയും തിന്മയെ സംഹരിക്കാനുള്ള ഭഗവാന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ എന്താണ് ഭഗവാന്റെ കയ്യിലുള്ളത് നോക്കി നോക്കൂ. അമൃതകലശുണ്ട്. ഇടത്തെ താഴത്തെ കയ്യിൽ സർവ്വരോഗങ്ങളെയും ശമിപ്പിക്കുന്ന അമൃത കലശാണ് ഭഗവാൻ കരുതിയിട്ടുള്ളത്. ഇത് ഭക്തർക്ക് അമരത്വം അല്ലെങ്കിൽ മോക്ഷം നൽകുന്ന ഭാവമാണ്. പിന്നെ ഒന്നുകൂടിയുണ്ട് കയ്യിൽ, അട്ടയാണ്. വലത്തെ താഴത്തെ കയ്യിൽ അട്ടയാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്. വിഷാംശങ്ങളെയും അശുദ്ധിയെയും നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ പ്രതീകമാണ് അട്ട എന്ന് പറയുന്നത്. വർണ്ണപ്പകിട്ടിലെ വൈഭവമാണ് ഇന്ന് ആ ശ്രീലകത്ത് കാണാൻ പറ്റിയത്. മഞ്ഞ കസവോട് കൂടിയ മുണ്ട് മടക്കി കുത്തിയ രീതിയിൽ ഇങ്ങനെ കോണകം പോലെ എടുത്തിട്ട് ചുറ്റിയിരിക്കണു അരയിൽ. കസവ് അരയിലിങ്ങനെ ഭംഗിയായി ചാർത്തിയിട്ട് കണ്ണൻ്റെ ലാളിത്യത്തിൽ തന്നെയാണ് ഭഗവാൻ നിൽക്കുന്നത്. കഴുത്തിൽ മനോഹരായ മുല്ലമൊട്ടുമാലയും കാശിമാലയും ചാർത്തിയിട്ടുണ്ട്. കൈകളിൽ പൊൻവളകളും തോൾവളകളും ശോഭിക്കുന്നുണ്ട്. നെറ്റിയിൽ സ്വർണഗോപിയും കാതുകളിൽ തിളങ്ങുന്ന ചെവിപ്പൂക്കളും ഭഗവാന്റെ ആ ദിവ്യരൂപത്തിന് മാറ്റുകൂട്ടുകയാണ്. ശ്രീലകം ഇന്ന് പൂക്കളാൽ സമൃദ്ധാണ്. താമരപ്പൂവ്, തുളസി, തെച്ചിപ്പൂവ്, നന്ദ്യാർവട്ടം എന്നീ പുഷ്പങ്ങൾ ഇടകലർത്തി കെട്ടിയ വലിയ ഉണ്ടമാലകൾ ഭഗവാന്റെ കഴുത്തിൽ ശോഭിക്കുന്നുണ്ട്. 2 വലിയ തിരുമുടി മാലകളാണ് ഭഗവാന്റെ കിരീടത്തിന് താഴെയായിട്ട് ചാർത്തിയിട്ടുള്ളത്. ഇതിനു പുറമെയായിട്ട് 6ഓളം ഉണ്ടമാലകൾ വിധാനമായിട്ട് ഇങ്ങനെ പുഷ്പക്കുട പോലെ ഭഗവാന് ചുറ്റും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുമുണ്ട്. ധന്വന്തരി ഭാവത്തിലുള്ള ദർശനം എന്ന് പറയുന്നത് ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല, ജനന മരണങ്ങളാവുന്ന ഭവരോഗം മാറ്റാനും സഹായിക്കുന്നുണ്ട്. ഭഗവാന്റെ മുഖത്തുള്ള ആശ്വാസമായ മന്ദഹാസവും കരുണ നിറഞ്ഞുള്ള നോട്ടവും ഭക്തന്റെ മനസ്സിലെ ആകുലതകളെ അലിയിച്ച് കളയാണ്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ എന്ന മന്ത്രം ഉച്ചരിക്കുമ്പോൾ ആ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിക്കാനുള്ള ഭാവം ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. നാരായണ നാമം ജപിക്കുന്നത് കോടി പുണ്യത്തിന് തുല്യാണ് എന്നുള്ളതാണ്. ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന വാതാലയേശൻ്റെ ഈ ധന്വന്തരി രൂപം ഓരോ ഭക്തനും ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.